അറിയാലോ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല വിലപ്പാകത്തിൽ ഡീലർ റേറ്റിന് നമ്മൾ ഒരു 5-6 വീഡിയോസ് ഇപ്പോൾ ചെയ്തു, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡീലർ റേറ്റിന് നിങ്ങൾക്ക് വാഹനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അന്ന് തരംഗമായിരുന്ന ഒരു വണ്ടിയാണ്. അതെ, ഒരു ടൈമിൽ എന്താ പറയുക, ഒരു ലെഗസി. ഇന്നും ശരിക്കും ഈ ഷേപ്പിൽ ഇറക്കിയിട്ടുണ്ടെ സഫാരി കുറച്ചും കൂടി മൂവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടി. ഓക്കെ, എത്ര ഓണർഷിപ്പ് ഇന്ന്? സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓർഡർ കിടക്കാണ്. എത്ര ചോദ്യം? എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും TVS സർട്ടിഫൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അക്ഷയ് നമ്മുടെ കൂടെ ഉണ്ട്. അക്ഷയ് സ്വാഗതം. അപ്പോൾ പുതിയ വർഷമാണ്, പുതിയ സ്റ്റോക്ക് ഒക്കെ ആയിരിക്കും അല്ലേ? പുതിയ സ്റ്റോക്കാണ്. ഓക്കെ, അറിയാലോ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല വിലപ്പാകത്തിൽ ഡീലർ റേറ്റിന് നമ്മൾ ഒരു 5-6 വീഡിയോസ് ഇപ്പോൾ ചെയ്തു, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡീലർ റേറ്റിന് നിങ്ങൾക്ക് വാഹനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഇതുവരെ വീഡിയോയിൽ ഒന്നുപോലും റേറ്റ് കൂടിയിട്ടില്ല. അതാണ് പ്രത്യേകത. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവൂർ റോഡാണ്. മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ പാട് KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞൊരു 100 മീറ്റർ അല്ലേ, 100 മീറ്റർ അത്രയും ഉണ്ടാവും. TVS റെനോന്റെ ഷോറൂം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ കോമ്പൗണ്ടിൽ തന്നെ TVS സർട്ടിഫൈഡ് റെനോ ഷോറൂമിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് TVS സർട്ടിഫൈഡ്. അപ്പോൾ 3 മെയിൻ MNCകളുടെ ഒരു സംരംഭമാണിത്. ഓക്കെ, നമ്മുടെ തുടക്കത്തിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടികൾ എല്ലാം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് എടുക്കുന്ന വണ്ടികൾ, മോഡൽ പഴയ മോഡലുണ്ടാവും, പഴയ മോഡലും എല്ലാം ഉണ്ടാവും. ചെറിയ വിലക്കൊക്കെ കിട്ടുന്ന വണ്ടികളുണ്ട്, അല്ലാണ്ട് തന്നെ മോഡൽ കൂടിയ വണ്ടികളെല്ലാം കിട്ടും. അപ്പോൾ ചെറിയ വില കിട്ടുന്ന വണ്ടിയായാലും അതിൽ മെക്കാനിക്കൽ ഓടിച്ചു കൊണ്ട് എല്ലാ സാധനവും ഉണ്ടാവും അല്ലേ, അങ്ങനെ ഉറപ്പിച്ച് എടുക്കുന്ന വണ്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിലെല്ലാം കാണിക്കുന്നുണ്ട്, നമ്മളെല്ലാ സെഗ്മെന്റും ഉണ്ടോ? അതെ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഓക്കെ, മാക്സിമം ഫുൾ ലോണൊക്കെ കിട്ടുന്ന വണ്ടികൾ എല്ലാം ഉണ്ട്, ലോൺ ഉണ്ട്, ക്യാഷ് ബാക്ക് അടക്കം കിട്ടുന്ന വണ്ടികൾ. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻസ് രേഖപ്പെടുത്താനും ഒന്നും വിട്ടുപോകരുത്. വീഡിയോയിലേക്ക് പോകാം. ലക്ഷ്യം ആദ്യ വാഹനം ബലേനോ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ആൽഫ പുഷ്പട്ടനും അലോയ്സും എല്ലാ ഫീച്ചേഴ്സും, പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാം വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ലക്ഷ്യം? ഇത് 2016 മോഡല് ബലേനോ ആൽഫ. ഓക്കെ, 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വാങ്ങാനാണ്. 16 സിംഗിൾ ഓണർഷിപ്പ് തന്നെ നിൽക്കുകയാണ്. 89,000 നോർമൽ ഓട്ടം തന്നെ പോയിട്ടുണ്ട്. സർവീസ് പക്ക ഉണ്ടോ? പക്ക സർവീസാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് മാത്രമേ അറിയുള്ളൂ, ഗ്ലാസും ഉള്ളിലേക്ക് പരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ആൽഫ ബലേനോ പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ. ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നിലവിലെ ടയർ ഭാഗവും വലിയ കുഴപ്പമില്ലാത്ത ടയർസും 75% ടയേഴ്സും ബാക്കിയുണ്ട്. ഓക്കെ, പിന്നെ എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിനിപ്പം നമുക്ക് 4,45,000 ഫൈനൽ ഇട്ടിങ്ങനെ കൊടുക്കാം. 4,45,000 2016 സിംഗിൾ ഓണർഷിപ്പ് ആൽഫ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, 4,45,000 ആൽഫ. അതെ, ഓക്കെ. ലോൺ എത്ര കയറും? ഫുള്ളും ലോണ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് 4 ലക്ഷം വരെ എന്തായാലും ലോൺ ചാൻസ് ഉണ്ട്. ഒരു 45,000 ഒക്കെ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമായിട്ട് എന്തായാലും വിളിച്ച് ഒരു ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അടുത്ത വണ്ടിയിൽ അടുത്തത് നിസാൻ മൈക്ര ആക്റ്റീവ് KL26 രജിസ്ട്രേഷൻ. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സാധാരണ മൈക്ര എന്ന് ഫ്രണ്ടിൽ മാറ്റേണ്ടാവും, ഹെഡ്ലൈറ്റ് ബമ്പർ ഇതൊക്കെ ഒരു ഷേപ്പ് മാറ്റേണ്ടാവും അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല് മൈക്ര ആക്റ്റീവ് XV. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ് ഉണ്ട് ആക്റ്റീവില്. ഇതിന് പുഷ്പട്ടം വരുന്നില്ലേ? ഇത് പുഷ്പട്ടം സ്റ്റാർട്ട് വരും. ഓക്കെ, എത്ര ഓട്ടം പോയത്? ഇത് 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെന്യൂനിറ്റി പറയാൻ പറ്റുമോ? ജെന്യൂനാണ്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വാഹനം. ഒരു 11-14 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? മേജർ ആയിട്ടില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനലി 2,55,000 കിട്ടിയേക്കാൻ കൊടുക്കാം. 2,55,000 നിങ്ങൾക്കൊരു ഫുൾ ഓപ്ഷൻ മൈക്ര ആക്റ്റീവ് 2017 മോഡൽ വാഹനം കൊണ്ടുപോകാം. അതായത് ഒരു ആൾട്ടോ ഉള്ളവരിനൊക്കെ വിലക്ക് വലിയ വണ്ടി അല്ലേ, ഒരു വലിയ വണ്ടി 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. മൈലേജ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഫുൾ ലോൺ കയറുമല്ലേ? ഫുൾ ലോൺ ഒരു 2017 കയറാൻ സാധ്യതയുണ്ട്. 2,20, 2,30 വരെ എന്തായാലും ലോൺ കയറും, ചാൻസ് ഉണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടി അടുത്തതാ ചെറിയ സെഗ്മെന്റ് ആണ്. 800cc അല്ലേ? അതെ, 800 KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ഡാറ്റ്സൺ റെഡിഗോ. ഇതൊക്കെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് റെഡിഗോ T ഓപ്ഷൻ. T ആണ്. 61,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർ വണ്ടി. 61,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2018 അല്ല 19 സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ഇതും ഒരു ക്ലെയിമില്ലല്ലോ? ഒരു ക്ലെയിമില്ല. 800cc ആണ്. 18, 19, 20 ആ റേഞ്ചിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. നല്ല ടയർ ഭാഗമുണ്ട്. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല, ഇപ്പം ഒന്നും ചെയ്യാനില്ല. ഓക്കെ, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അത്രയും ഫീച്ചേഴ്സ് വരും.
എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനൽ 1,48,000 രൂപ ഞാൻ കൊടുക്കാം. 1,48,000 2019 ടി ഓപ്ഷൻ ഡാറ്റ്സൺ റെഡിഗോ 61,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറോ? ഫുൾ ഓൺ വരും. ഓക്കെ, അപ്പോൾ ചെറിയൊരു നല്ലൊരു വണ്ടി, ഫാമിലി ബഡ്ജറ്റിൽ പറ്റിയ വണ്ടി അല്ലേ? അടുത്ത വണ്ടി വീണ്ടും 800cc തന്നെ KL50 രജിസ്ട്രേഷൻ ആൾട്ടോ 800 ആണ്. ഇതെങ്ങനെ അക്ഷയ കാര്യങ്ങൾ? ഇത് 2019 മോഡൽ ആൾട്ടോ 800 LXi ആണ് അല്ലേ? ഓക്കെ, ഓട്ടം എത്ര പോയി? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 2019. അതൊരു ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ക്ലെയിമില്ല? ഒരു ക്ലെയിമില്ല. ഓക്കെ, നീറ്റ് വണ്ടി 2019 800 LXi 90,000 ഓടി സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നത്? 90,000 ഓടി കൊണ്ട് നമുക്ക് 2,55,000 കൊടുക്കാം. 2,55,000 2019 മോഡൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ഓൺ കയറുണ്ട്? ഫുൾ ഓൺ കയറും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 ലോൺ കയറും. ഒരു 2,20,000 2,30 വരെ ലോൺ കയറും. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇറക്കാം. 10,20,000 രൂപ ഇറക്കി കൊണ്ടുപോകാം. വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒരു ക്ലെയിമില്ല. നീറ്റ് വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ i10 KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ i10 സ്പോർട്സ് ആസ്റ്റേൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരുന്ന ഫീച്ചർ വരുന്ന വാഹനമാണ്. പിന്നെ ഡിഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാം വരും. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ ചെറിയ മാറ്റമുള്ളൂ. ചെറിയ മാറ്റം. അലോയ്സ് വരുന്നുണ്ടോ? എസ്റ്റൈൽ ഉണ്ട്. അപ്പോൾ അലോയ്സ് ഇതിനകത്ത് ഉണ്ടാവില്ല. അവർ മാറ്റമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആയിരിക്കും? ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് 91. വണ്ടി നല്ല ഷേപ്പില്ലേ കാണാൻ? ക്ലെയിം ഒന്നുമില്ലല്ലോ? അതെ. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് വരിക. കാപ്പ എഞ്ചിനാണ്. ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജ് കണ്ടാൽ. അതെ, നമ്മൾ ഈ എന്താ പറയുക സിറ്റീസ് ടൗണിലല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി. മാനുവൽ വണ്ടിയാണ്. അതെ. എത്രയാ ചോദ്യം? എത്ര? ഇപ്പോൾ നമുക്ക് 1,20,000 രൂപ ഇവിടെ ചെയ്യുന്നത്. 1,20,000 നല്ലൊരു അടിപൊളി നീറ്റ്, അതായത് ക്ലെയിമും കാര്യമൊന്നും ഇല്ലാത്ത ഒരു i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പാണ്, സ്പോർട്സ് ഓപ്ഷൻ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് 1,20,000. അതെ. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ലോണ് 2015 ചാൻസ് ഇല്ല. ആ ഒരു പഴക്കം കൊണ്ടാണ്. പിന്നെ ഈ എമൗണ്ടൊക്കെ ലോൺ ഇട്ടാൽ നമുക്ക് നഷ്ടമാണ്. അതെ, തീർച്ചയായും നഷ്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് സെലേറിയോ KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ അക്ഷയ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് സെലേറിയോ ZXi ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. 18 ഏറ്റവും ടോപ്പിന്റെ വാഹനം. നല്ല 4 ടയേഴ്സും ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇനി നോക്കാനില്ല, ഒന്നും ചിന്തിക്കാനില്ല. ഓക്കെ, ഓട്ടോ എത്ര പോയത്? ഇത് ഓടിയത് 86,000 കിലോമീറ്റർ ഓടി. 86,000 കിലോമീറ്റർ 2018 വണ്ടിയാണ് ZXi. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വേറെ ഒരു തരത്തിലുള്ള ക്ലെയിമും ഇല്ല. വണ്ടി നല്ല എന്താ പറയുക ഷേപ്പും കാര്യങ്ങളെല്ലാം, സീറ്റ് കവറും എല്ലാം ഇന്ത്യൻ എക്സ്റ്റീരിയർ വൈസും നീറ്റാണ്. നല്ല 4 ടയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ടയേഴ്സിന്റെ ഭാഗത്തൊന്നും ചെയ്യാനില്ല. ജനറൽ സർവീസ് ചെയ്യുക, അലൈൻമെന്റ് ചെയ്യുക, ഓടിക്കുക, അത്രയും ഉണ്ടാവും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ 3,10,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 3,10,000 2018 ZXi സെലേറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകും. ZXi ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് VXi ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ഓൺ കയറുമോ? ഫുൾ ലോണ് തേർഡ് ഓണർഷിപ്പ് അല്ലേ, ചിലപ്പോൾ ഒരു 2,60, 2,70 ആ റേഞ്ചിലേക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് ഹോണ്ട എമൈസ് കോമ്പാക്ട് സെഡാൻ കാറ്റഗറി. എമൈസിന്റെ 3rd ജനറേഷൻ വണ്ടി KL11 കോഴിക്കോട് രജിസ്ട്രേഷനാണ്. അതെ. ഇതെങ്ങനെയാണ്? ഇത് 2018 മോഡല് VCVT ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് CVT ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി പിന്നെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നല്ല പവർ എടുക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ് CVT. ഒന്നും ചിന്തിക്കണ്ട, വലിയ ലാഗും കാര്യമൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കംപ്ലൈൻസും കാര്യങ്ങളും എന്തായാലും വരില്ല, കാരണം ഹോണ്ടയാണ്. ഓക്കെ, ഹോണ്ട പെട്രോൾ ആണ്, ഒന്നും നോക്കാനില്ല. പിന്നെ ഇതിൽ അലോയ്സ് പുഷ് ബട്ടൺ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ലേ? ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഇതും നല്ല ടയേഴ്സ് ഉണ്ട്. വേറെ വർക്ക് എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല. ക്വാളിറ്റി വണ്ടി. ഓക്കെ, എത്ര ഓണർഷിപ്പ് ചെയ്യുന്നത്? സിംഗിൾ ഓണർ കിടക്കാണ്. എത്ര ചോദ്യത്തിന്? 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 75,000 ചോദ്യം എത്രയാ? ഇത് നമുക്ക് 5,60,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 5,65,000 2018 VCVT ഓട്ടോമാറ്റിക് ഈ ഒരു ഹോണ്ട എമൈസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 5 lakhs വരെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് പഴയ ടാറ്റ സഫാരി KL56 കൊയിലാണ്ട് രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. അതായത് അന്ന് തരംഗമായിരുന്ന ഒരു വണ്ടിയാണ്. അതെ, ഒരു ടൈമിൽ എന്താ പറയുക, ഒരു ലെഗസി. ഇന്നും ശരിക്കും ഈ ഷേപ്പിൽ ഇറക്കിയിട്ടുണ്ടെ സഫാരി കുറച്ചും കൂടി മൂവായിട്ടുണ്ടാവും. ഓക്കെ, ഹാരിയറിന്റെ സെയിം ഷേപ്പ് പിടിച്ചാണ് ഇഷ്ടപ്പെടാത്തത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2006 മോഡൽ സഫാരി 1,95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 6 മോഡലാണല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പോൾ റിന്യൂവൽ ആഗസ്റ്റ് വരെ ഉണ്ട്. ആഗസ്റ്റ് വരെ ഉണ്ട്. 2026 ആഗസ്റ്റ് വരെ ഉണ്ട് അല്ലേ പേപ്പർ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അറിയാലോ, ആ പഴക്കത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും വണ്ടിയിലുണ്ട്. ചെറിയ ചെറിയ പ്രശ്നമാണ്, ബോഡിയിലെ ഒന്നുമില്ല. ഓക്കെ, ബാക്കി പവർ വിൻഡോസ്, AC കാര്യങ്ങൾ എല്ലാം വർക്കിംഗ്. ഒരു പ്രശ്നമില്ല അല്ലേ? ഓക്കെ, അതിൻ്റെതായ ഒരു വൃത്തിക്കുറവുണ്ടാവും. അതെ, ഒന്ന് മോടി പിടിപ്പിച്ച് എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ തന്നെ തപ്പി. നമുക്ക് അതേപോലെ തന്നെ ആ ഒരു പഴമയുള്ളതുകൊണ്ട് ആ പ്രൈസിന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് 1,10,000 രൂപയ്ക്ക് ഈ വലിയ വണ്ടി കൊടുക്കാം. 1,10,000 ഇതാ ഒരു 7 സീറ്റർ. അതെ, അപ്പൊ നടക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കാം, ഒന്ന് മോടി പിടിപ്പിച്ചാൽ നല്ല അടിപൊളി. എഞ്ചിൻ പൈസ ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തല്ലേ? ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു i10 ഗ്രാൻഡ് ആണ്. KL18 വടകര രജിസ്ട്രേഷൻ വാഹനം. കോഴിക്കോട് ജില്ല തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ ഗ്രാൻഡ് i10 മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്. അതെ, ഓക്കെ. ബാക്കി ഓട്ടം 95,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 95,000 സിംഗിൾ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പാ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനലി 2,90,000 രൂപ കൊടുക്കാം. 2016 പറഞ്ഞേ? 16 മാഗ്നയാണ്. 2,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.5 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ മൈലേജ് കമ്പാരിറ്റീവ്ലി ഹ്യുണ്ടായി എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ഒരു 11, 14 ആ റേഞ്ചൊക്കെ കണ്ടാൽ മതി മാക്സിമം അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട് ഇതിലും. നല്ല വണ്ടിയാണ്. ചെറിയ ടച്ചപ്പ് കാര്യമൊക്കെ ചെയ്യാണ്ടല്ലേ വണ്ടിയിൽ? ബമ്പറിന്റെ കോർണർ ചെറുങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും സുഖമുള്ളൊരു വണ്ടിയാണ്. അതെ, താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഫിയറ്റിന്റെ പൂണ്ടോ KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനം. ഇതൊക്കെ ഇറങ്ങിയ കാലത്ത് ഇതേതാ? പെട്രോൾ ഡീസലോ? പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണെങ്കിലും അല്ല, പുലിയാണ്, പവറിൽ എല്ലാം ഓക്കെ ആണ്. ഏതാ മോഡല്? ഇത് 2016 മോഡല് പൂണ്ടോ പ്യുവർ മിഡിൽ ഓപ്ഷൻ. പ്യുവർ ബേസ് ആണ്. ബേസാ വരും അല്ലേ? ഓക്കെ, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവില്ലേ? 2 ഡോർ പവർ വിൻഡോ. ഫിയറ്റിന്റെ എല്ലാം വർക്കിംഗ്. പക്ക ക്വാളിറ്റി വണ്ടിയാണ്. 61,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഒരു തരത്തിലെ ക്ലെയിമും കാര്യമില്ല. ഓക്കെ, അതെ, ഇതിന് എനിക്ക് തോന്നുന്നു ഫിനാൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 175 ആ റേഞ്ചിലേക്ക് പാസ്സാവും. അപ്പോൾ ചോദ്യം എത്രയുണ്ട്? നമുക്കിത് 1,45 എട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് 2016 സിംഗിൾ ഓണർഷിപ്പ് വെൽ മെയിൻറ്റൈൻഡ് പെട്രോൾ പൂണ്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് കിട്ടുമോ ഫിയറ്റിന്? കൂളായിട്ട് കിട്ടുമോ? ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കൊന്ന് ഇതിന് ഫിനാൻസ് എമൗണ്ട് ഫുൾ ലോൺ തന്നെ പറയുന്നുണ്ട്. അതെ, ക്യാഷ് ബാക്ക് വീട്ടിൽ കൊണ്ടുപോകാം ബാക്കി പൈസ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് നോക്കിക്കോ. പെട്രോൾ പൂണ്ടോ ആണ്. ആ ഫിയറ്റിന്റെ ഫീലിങ്സ് അറിയുന്നവർ എടുക്കും തീർച്ചയായും. അടുത്തോണ്ടിരിക്കും ടാറ്റ ടിയാഗോ KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ ആണ്. അങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ടിയാഗോ എക്സെറ്റ്. അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വാഹനം. 19 മോഡലില് മാനുവൽ അല്ല? മാനുവൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഓട്ടം എത്ര പോയി? ഓട്ടം 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്. ഇത് കണ്ടതിൽ കൂടുതൽ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലെ ക്ലെയിമില്ല. അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. ഓക്കെ, എത്ര ഇതിന്റെ ചോദ്യം എത്രയാ? ഇത് നമുക്ക് 2,90,000 രൂപ ഫൈനൽ ഇട്ട് ഞാൻ കൊടുക്കാം. 2,90,000 2019 ഫുൾ ഓപ്ഷൻ ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 2.25 വരെ കിട്ടും. 2.25 വരെ ലോൺ കിട്ടാൻ സാധ്യത ചാൻസ് ഉണ്ട് അല്ലേ? ടിയാഗോ ആണ്. മൈലേജ് ഒരു 13 മുതൽ 17 റേഞ്ച് വരെയൊക്കെ മൈലേജ്. ബോഡിക്ക് നല്ല പവർ ആയിരിക്കും, അറിയാം. ബോഡിക്ക് ഇതിന് തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് എന്ന് കിട്ടിയിട്ടുണ്ട് സേഫ്റ്റി വൈസ്. ഓക്കെ, ഇതിന്റെ അടുത്ത ഷേപ്പിലേക്ക് വരുമ്പോൾ 5 സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമായിട്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ചെറിയ എമൗണ്ടിൽ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പഴയ ഷേപ്പ് i20 KL58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. ഇതിനും നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ടയേഴ്സ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു വണ്ടി കഷ്ടപ്പെട്ട് എടുത്തിട്ട് 4 ടയർ മാറണമെങ്കിൽ മിനിമം 12,000 രൂപ, 12,000 മുതൽ 15,000 വരെ കാണ്ടി വരും. മിനിമം അത്രയും കാണ്ടി വരും. 12,000 കാണ്ടി വരും. ഈ ഇപ്രാവശ്യം വന്ന സ്റ്റോക്കിലെല്ലാം എല്ലാ വണ്ടിക്കും കൂടുതലായിട്ട് നല്ല ടയേഴ്സ് ഒരു ബുദ്ധിമുട്ട്. അത് നമ്മളെന്താ ചെയ്യുക? ചിലപ്പോൾ ഒരു 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ ഒരു വണ്ടി കഷ്ടപ്പെട്ട് എടുക്കായിരിക്കും. അതിന്റെ മുകളിൽ പിന്നെ ഒരു 12,000 കയറുന്ന വെച്ചാൽ ലേശം ബുദ്ധിമുട്ട്. ആ 1.5 തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡല് i20 മാഗ്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. പക്ഷേ ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും, എല്ലാം ഉണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 87,000 കിലോമീറ്റർ ഓടി. പെട്രോൾ ഡീസലോ? പെട്രോൾ. കിലോമീറ്റർ ജെനുവിൻ ആണ്. 85,000 കറക്റ്റ് ഓടിയിട്ട്. 85,000 സർവീസ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒരു തരത്തിലെ ക്ലെയിമില്ല, ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 11 മോഡൽ അല്ലേ? പെട്രോൾ മാഗ്ന മിഡിൽ ഓപ്ഷൻ i20 ആണ്.
മൈലേജ് ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുള്ളൂ മാക്സിമം. അതെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അതിൻ്റെ അതെ ഈ ശരി. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 1,38,000 രൂപ കൊടുക്കാം. 1,38,000. ഇതിന്റെ റിന്യൂവൽ ഇപ്പൊ എത്രയാ വരിക? ഇത് 2011 ഈ വർഷം. ഈ വർഷം ഉണ്ടാവുമല്ലോ. ഈ വർഷം ആഗസ്റ്റ് ആ റേഞ്ചിലാണ്. ആഗസ്റ്റ്. ഓക്കെ. റിന്യൂവൽ വരും 2011 മോഡലാണ്. 1,38 അല്ല? 1,38. ഓക്കെ. അപ്പോൾ ലോണ് ചാൻസ് കുറവാണ്. ഇല്ല, 2011 അല്ല. അത് ഈ വണ്ടി അതന്നെ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ചെറിയ മോഡൽ എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ ലോണ് ചാൻസ് ഇല്ല. സൈറ്റിന്റെ 1,38 ഇത്രയും ക്വാളിറ്റി വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, നല്ല ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ള വണ്ടിയാണ്. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് വണ്ടികൾ സ്റ്റോക്കൊക്കെ ഉണ്ട്. ഇനി വർക്ക് കഴിഞ്ഞ് വരാനൊക്കെ ഉണ്ട് അല്ലേ കുറച്ച് വണ്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാത്ത കുറച്ചും കൂടി വണ്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷോറൂമിൽ വരുവാണെങ്കിൽ എല്ലാ വണ്ടികളും കാണാം, ഒന്നിച്ച് കാണാം. തീർച്ചയായും. അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കൊണ്ടുവരണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അക്ഷയ്, താങ്ക് യു. താങ്ക്സ് സോ മച്ച്.